CR നീലകണ്ഠൻ ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, താങ്കൾ പറഞ്ഞു നിർത്തിയത്, അതായത് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസാണ്. അന്ന് മാതാപിതാക്കൾ പ്രതിയാണ് എന്നൊന്നും കണ്ടെത്തിയിരുന്നില്ല, അവരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവന്നിരുന്നുമില്ല. അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന CBIയുടെ നീക്കങ്ങൾ എങ്ങനെ കാണണം? ഇവിടെ പ്രശ്നം രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതാണ് കേസ്. രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട കേസിൽ ആരാണ് കൊന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, കൊലപാതകമല്ല എന്ന് CBI എങ്ങനെയാണ് കണ്ടെത്തിയത്? സംസ്ഥാന പോലീസ് കണ്ടെത്തിയത് കൊലപാതകമല്ല, ആത്മഹത്യ എന്നാണ്. 9 വയസ്സുള്ള കുട്ടി 13 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് അന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു. കാരണം ആ കുട്ടികൾ, പ്രത്യേകിച്ച് ഇളയ കുട്ടിയുടെ ഉയരം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊലപാതകത്തിന്റെ ഒരു സാധ്യതയിലേക്ക് സംസ്ഥാന പോലീസ് മുൻപോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അവരുടെ കുറ്റപത്രം വളരെ മോശപ്പെട്ട കുറ്റപത്രമായിരുന്നു. അത് തള്ളുകയും ചെയ്തു. അത് കോടതി തള്ളിയതാണ്, നമ്മൾ പറഞ്ഞതല്ല. അപ്പോഴാണ് നമ്മൾ ഈ കേസിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട. സ്വാഭാവികമായും നമുക്ക് പിന്നെ പറയാനുള്ള ഒരു ഏജൻസി CBI ആണ്. CBI തന്നെ വന്നു. CBI ഒരു കുറ്റപത്രം സമർപ്പിച്ചു. CBI കുറ്റപത്രം സമർപ്പിച്ച ആദ്യത്തെ കുറ്റപത്രത്തിലും അച്ഛനും അമ്മയും പ്രതിയല്ല. സമരം ശക്തമാവുകയും CBIക്ക് മേൽ കൃത്യമായ പ്രതികളെ കിട്ടണമെന്നുള്ള അന്വേഷണം വരികയും ചെയ്തപ്പോൾ ഏതൊക്കെയോ സ്വാധീനത്തിന് ബലപ്പെട്ട് അച്ഛനെയും അമ്മയും, സമരം ചെയ്ത അച്ഛനും അമ്മയും പ്രതിയാക്കി കേസെടുത്ത് ഇവരെ ഡിഫെൻസീവിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നിങ്ങൾ കാണുന്നത്. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. പിന്നെ സംസ്ഥാന പോലീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസ് ചെയ്യാത്തതുകൊണ്ടാണല്ലോ CBI വന്നത്. CBI വരണമെന്ന് ആവശ്യപ്പെട്ടത് അമ്മ തന്നെയാണ്. AK ബാലനെ പോലെയുള്ള ആള് വളരെ മോശമായ പ്രതികരണമാണ് നടത്തിയത്. കാരണം ഈ കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അച്ഛനാണ് ഇപ്പോൾ ഉള്ള ഷാജി, മറ്റേ ആദ്യത്തെ ഭർത്താവാണ് ഇല്ലാത്തത്. അപ്പോ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ, രണ്ടാമത്തെ കുട്ടിയുടെയെങ്കിലും അച്ഛനാണല്ലോ ഷാജി. ആ അർത്ഥത്തിൽ ബാലൻ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? ബാലൻ പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? ഏതച്ഛൻ ചോദിക്കണം എങ്ങനെയാ? ആ കുട്ടിയുടെ കാര്യത്തിലെങ്കിലും അത് ശരിയല്ലേ? മാത്രമല്ല ഈ കാര്യത്തിൽ MP രാജേഷിന് എന്താണ് ഇത്ര പ്രത്യേക താല്പര്യമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. MP രാജേഷിന്റെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇപ്പൊ ആദ്യം ഈ കേസ്, അങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ട് തുടങ്ങുന്നത്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ആ 2 പേരെ വിടിയിച്ചത് ആരാണ് എന്ന് ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, പെരിയ കേസിൽ പ്രതികളെ ഇറക്കിക്കൊണ്ടുപോയ ആളുകൾക്ക് വരെ ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം കൊടുത്തു. ഇവിടെ ആ കേസിൽ കൊടുത്തില്ല. ഈ കേസ് ആദ്യം അന്വേഷിച്ച് അട്ടിമറിച്ച ചാക്കോ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇതിൽ പ്രതിയല്ല. പിന്നെ അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ആദ്യത്തെ ഉദ്യോഗസ്ഥൻ പ്രതിയായില്ല? അത് അട്ടിമറിച്ചെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിലയിരുത്തലിൽ ആദ്യത്തെ അന്വേഷണം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി CBIയുടെ കുറ്റപത്രത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ ഈ വിളിച്ചിറക്കി കൊണ്ടുപോയ ഒരു പ്രതിയല്ല. അപ്പോ പെരിയ കേസിന്റെ അടിസ്ഥാനത്തിൽ CBI തന്നെയാണല്ലോ അതും അന്വേഷിച്ചത്. ആ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ശ്രീ CR നീലകണ്ഠനും മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ CBI ഈ മാതാപിതാക്കളെ പ്രതികളാക്കിയിരിക്കുന്നതിൽ പറയുന്നത്, നേരത്തെ ഇത്തരം ഒരു പീഡനം നടന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അത് ഒളിച്ചു വെച്ച് പോലീസിനെ അറിയിക്കാത്തതിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വിവരം ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നൊരു കണ്ടെത്തലിലേക്കാണോ ഇവരെത്തിച്ചേർന്നിരിക്കുന്നത്? അത് കണ്ടെത്തലല്ല, അമ്മ കൊടുത്ത മൊഴിയാണ് ആദ്യം കണ്ടു എന്നുള്ളത്. ഇക്കാര്യം ഹൈക്കോടതിയുടെ കേസിൽ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയുടെ വിധിന്യായം ഇവരൊന്ന് വായിക്കണം. ഹൈക്കോടതിയിൽ ഈ കാര്യം, കീഴ്ക്കോടതിയുടെ വിധിയിൽ ഒരു മെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ അറിഞ്ഞിട്ടും പറഞ്ഞില്ല. അതിന് ഹൈക്കോടതി കൃത്യമായ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സാഹചര്യം പരിഗണിച്ചാൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ കുട്ടിയെ പീഡിപ്പിച്ചാൽ ഉടനെ പോയി പോലീസിൽ കേസ് കൊടുക്കുക എന്നുള്ളത് സാധ്യമാവുന്ന കാര്യമല്ല. അത് അമ്മ തന്നെ പറഞ്ഞിട്ടില്ല ഇവരെ അറിയുന്നത്. അമ്മ അച്ഛനും തന്നെയാണ് ഇത് പറഞ്ഞത്, ഇതിനു മുമ്പുണ്ടായിരുന്നത്. അല്ലാണ്ട് അവരെ ഒളിച്ചു വെച്ച കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആർത്ഥത്തിൽ അവരെന്തെങ്കിലും ഒളിച്ചു വെച്ചു എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, തന്നെ നുണപരിശോധന നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു അമ്മയാണിത്. അത് അറിയണ്ടേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി, വളരെയധികം നന്ദി ശ്രീ CR നീലകണ്ഠൻ ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന്.